കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചൂരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കിട്ടിയ പാടെ ഞാൻ തലഭാഗം എടുത്ത് കറി വെച്ചിട്ട് വാലിൻ്റെ ഭാഗം പിറ്റന്നത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ നല്ല നൈസൊക്കെ പോയപ്പോഴേക്കും തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തോരൻ വെക്കാനായിട്ട്. നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും മുരിങ്ങയിലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഗുണങ്ങളേറെ ഉണ്ടെങ്കിലും വലിയ മാറ്റില്ല. കാരണം ഇതിവിടെ എല്ലായിടത്തും ഉള്ളതാണ്. അത് മാത്രമല്ല ഇതെടുക്കാൻ നല്ല ബുദ്ധിമുട്ടും ആയതുകൊണ്ട് ആയിരിക്കാം മിക്കവാറും അങ്ങനെ തോരൻ വെക്കാനൊന്നും ആൾക്കാരധികം ഉപയോഗിക്കാറില്ല. പിന്നെ വെക്കുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. പിന്നെ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വലിയ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ട് എല്ലാം കൂടി അടുക്കി വെച്ചിട്ട് ഇതുപോലെ പിച്ചാത്തിക്കൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ടൊന്ന് കഴുകിയും കൂടി എടുക്കുമ്പോഴേക്കും ആ ചെറിയ തൊത്തുകളെല്ലാം വെള്ളത്തിൻ്റെ അടിഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇല മാത്രം കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് മലക്കറി അവിയലും കൂടി വയ്ക്കാമെന്ന് വിചാരിച്ച്. ചേമ്പ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ മലക്കറി അവിയലിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിരുന്നാൽ. പിന്നെ പച്ചയ്ക്കാണ് അരയ്ക്കുന്നതെങ്കിലും ചൂരമീൽ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മീൻകറി വെച്ചത്. പിന്നെ മീൻകറി തിളച്ച് വന്നപ്പോഴേക്കും അതിന് ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമ്മൾ അവിയലും കൂടി അടുപ്പത്തോട്ടാക്കി കൊടുത്തേ. അപ്പം അവിയലിന് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ അതിലോട്ട് അരപ്പും കൂടെയൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു. അതിന് ശേഷം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്ത് അതിനെ ചെറിയ അടുപ്പിലോട്ട് മാറ്റി കൊടുത്തിട്ട് മുരിങ്ങയില കടുക് താളിച്ചിട്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് അരപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലും കൂടി ബാക്കിയിരുന്ന ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏതിനും ചക്കക്കുരു ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ ചക്കക്കുരുകളൊക്കെ കയറിപ്പോയാൽ ഒരാഴ്ച അതിൽ കൂടുതൽ കിടക്കില്ല, അതിന് മുമ്പേ ചീത്തയായി പോകും. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് കേട്ടോ, ചക്കക്കുരു വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി, അപ്പം നന്നായിരിക്കും, നല്ല രീതിയിൽ കിട്ടുമെന്ന് കേട്ടോ. അപ്പം ഞാനിതുപോലെയാണ് ചെയ്യുന്നത്. അപ്പം ചക്കക്കുരുവൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എനിക്കിന്ന് ചൂര മീൻ കറിയും മലക്കറി അവിയലും മുരിങ്ങയില തോരനും ഒക്കെ ആയിരുന്നു കേട്ടോ.